ഒരു 10 കുറവുണ്ടേ. തൽക്കാലം ഇത് കൊണ്ടു. അപ്പുറത്ത് പോകുന്നതിന് ഇപ്പുറം ഞാനത് കൊടുത്തരാം. ബാക്കി ഇല്ലത് പൈസയൊക്കെ പോകും. ഞാൻ വന്ന് മേടിക്കാം. ഈ നേരമായിട്ട് അവരെ കാണുന്നില്ലല്ലോ. സാധാരണ ഇങ്ങനെ വൈകുന്നതല്ലേ കൃത്യസമയത്ത് വരുന്ന. ഇന്നലെ കണ്ടപ്പോൾ ഒരു പന്തികേട് എനിക്ക് തോന്നിയായിരുന്നു. ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഒരു സമയത്ത് എന്തായാലും അങ്ങോട്ട് പോകണ്ടേ? എനിക്കാണെങ്കിൽ നാളെ എഡിറ്റ് ചെയ്ത് ഔട്ട് ഇറക്കണം. കണ്ണാ ഞാൻ ആ തുറത്ത് വരുന്ന പോട്ടില്ല കേട്ടോ. ഫ്രണ്ട്സ് നമസ്കാരം. ഇന്നത്തെ മനോഹര ദിവസത്തിൽ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തം കൈകൊണ്ട് പണിത തോണിയിൽ സ്വയം തുഴഞ്ഞ് സ്വന്തം വീട്ടിലോട്ട് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഈ തോണി തുഴയുന്ന ജഗനണ്ണൻ തന്നെത്താൻ ഉണ്ടാക്കിയ തോണിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണാ ഇനി നമ്മളൊരു ബ്യൂട്ടിഫുൾ ഐലൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് യാത്രയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വണ്ടികളുടെ പുകയോ ശബ്ദ മലിനീകരണം ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന തന്നെ ഒരു സന്തോഷമാണ്. അല്ല അണ്ണാ? അതെ ഫ്രണ്ട്സ്, നമ്മളിതാ ഐലൻഡിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നൗ ഇറ്റ്സ് ടൈം ഫോർ സർപ്രൈസ്. നിങ്ങളിൽ പലരും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഓർമ്മയുണ്ടല്ലോ. ആ വീഡിയോയിലെ തെങ്ങിൽ കയറുന്ന ചേച്ചിയുടെ ഐലൻഡിലുള്ള ഒറ്റ വീട്ടിലാണ് നമ്മളിപ്പോൾ. നിങ്ങളിൽ പലരും ഈ ചേച്ചിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ? ഈ കാലത്തും ഇതേപോലുള്ളൊരു സ്ഥലത്ത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത്ര ഈസിയായി തെങ്ങിലും മരത്തിലെല്ലാം കയറാൻ സാധിക്കുകയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അവക്ക് എന്തോ ദോഷം പറ്റിയിട്ടുണ്ട്. അവളെ വിളിച്ചിട്ട് വാതിൽ തുറക്കണില്ല. ദോഷം? എന്ത് ദോഷം? നോക്കട്ടെ. മീര, 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 കഥ തുറക്ക്. മീര, കഥ തുറന്നേ. നമുക്ക് ആശുപത്രി പോവാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മീര, കഥ തുറന്നേ. വാർഡ് മെമ്പറാണേ. ഇല്ലിക്കത്തുരുത്തിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ. ഞങ്ങൾ പെട്ടെന്ന് വള്ളത്തിലക്കരെ എത്തും. ആംബുലൻസ് കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം. അമ്മേ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. കണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് ഇതേപോലെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ അടുത്ത് ഒരു സാധാരണ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസിൽ വണ്ടിയിൽ എത്തിക്കാൻ ഇത്ര സമയം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചേച്ചിയുടെ അവസ്ഥ ഉണ്ടല്ലോ. രാജേഷേ സ്റ്റാർട്ടിങ്. ഒരു 2 വോട്ട് മാത്രമുള്ള ഈ ഐലൻഡിൽ താമസിക്കുന്ന ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരും മുൻകൈ എടുത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ ജീവിതം അതിൻ്റെ കഷ്ടപ്പാടും. നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കണം. ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ ഈ 2 സ്ത്രീകൾ മാത്രം, ഒരു ഫോൺ പോലും ഇല്ലാതെ, ചുറ്റിൽ ഇത്ര ഡേഞ്ചറായിട്ടുള്ള മൃഗങ്ങളെയും പ്രാണികളെയും പാമ്പുകളെയും ഒന്നും വക വയ്ക്കാതെ, അതിൻ്റെ പുറകിലൊരു കാവ് കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് തിരി തെളിയിച്ച് നമ്മുടെ പൈതൃകത്തെ സംരക്ഷിച്ച് നമ്മുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അവരുടെ പ്രകൃതിയെ ഇണങ്ങി ജീവിച്ചു. പക്ഷെ നമ്മളോ
ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അതേപോലെ സാഹിത്യത്തിലും സിനിമയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AC റൂമിലല്ലായിരുന്നു കൾച്ചർ നേച്ചർ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിരിക്കുന്നു. ശരിക്കും ഇവരെ പോലുള്ളവർ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടല്ലേ നമ്മളെപ്പോലുള്ളവർ അഭിമാനിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ആ കാവ്. ഹലോ, ഞാനിപ്പം തിരക്കിലാട്ടോ. ശരി. പേഷ്യൻ്റെ കൂടെ അത് പേഷ്യൻ്റെ BP പനിയും ഒക്കെ കൂടുതലാണ്. അവർ പറഞ്ഞ അനുസരിച്ച് ഇൻസെക്ട് ബൈറ്റ്സിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ കൊടുത്തു നോക്കി, പക്ഷേ സിംറ്റംസ് കുറയുന്നു. സാറേ, നീ വല്ല പാമ്പോ വല്ലതും കടിച്ചാണോ? അവിടെ ഒരുപാട് പാമ്പൊക്കെ ഉള്ളതാണ്. ഈ പാമ്പ് കടിച്ചാണെങ്കിൽ സ്നേക്ക് ബൈറ്റ്സിൻ്റെ ഒരു മാർക്ക് ബോഡിയിലുണ്ടാവും. ഇതതില്ല. ഞങ്ങൾ ബ്ലഡ് സാമ്പിൾ വേറൊരു ലാബിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ അതിനുള്ള സൗകര്യമില്ല. നമുക്കധികം സമയമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കാശ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരിക്കും ബെറ്റർ. അത് സാറേ, ഇടും ഇതൊരു സർക്കാർ ആശുപത്രിയില്ലേ, ഇവിടെ അതിനുള്ള സൗകര്യമില്ല. അവിടെ ആകുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ കിട്ടും. സിറ്റി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ സമയക്കുറവ്. ഇതൊരു റെയർ കേസാണ്. ഇപ്പോൾ തന്നെ അവർ ശരീരം മുറിഞ്ഞിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇഞ്ചെക്ട് ചെയ്ത് മയക്കി കിടത്തിയിരിക്കുകയാണ്. മുറിവ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സർവൈവലിനെ അവർ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും രോഗിയെ സ്റ്റെറൈൽ കണ്ടീഷനിൽ വേണം വയ്ക്കാൻ. അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ബന്ധുക്കളാരും ആ സ്ഥലത്തിനൊക്കെ നല്ല വില കിട്ടും. ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരാരും സഹായിക്കുന്നില്ല. ഈ ദോഷത്തിൻ്റെ കാര്യം പറഞ്ഞു പണ്ടേ അവരൊക്കെ ഓരോ വഴിക്ക് പോകും. പിന്നെ ആ വസ്തു പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല ഈ സംഭവം നടന്നുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും പേര് കേട്ട തറവാട് ഇപ്പോൾ എൻ്റെ അവസ്ഥ കേട്ടല്ലേ. ഈ മീരയുടെ അച്ഛനെ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടെ ആ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളെ സഹായിച്ചിട്ടുള്ള പറഞ്ഞിട്ട് വല്ല കാര്യം. നമുക്ക് ആശാനോട് പറഞ്ഞല്ല, ഒന്നില്ലെങ്കിൽ അവർ ബന്ധുക്കളല്ലേ. സ്വന്തം സഹോദരൻ്റെ കഥനകഥ വിറ്റ് കാശാക്കിയ ആളാണ്. എനിക്കൊന്നും പറ്റിയിരിക്കും എന്ന് കരുതി അതിനെ എങ്ങനെയിട്ട് കൊല്ലാൻ പറ്റും നമുക്ക്? ആണോ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്ക് വേണ്ടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒരുപാട് പേര് സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ നടക്കുന്ന കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ എത്ര പേർക്ക് വിദ്യാഭ്യാസത്തിന്, ചികിത്സയ്ക്ക്, അതേപോലെ യാത്രയ്ക്ക് പോലും ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെന്ന് അറിയാലോ. മീരയുടെ ചികിത്സയ്ക്ക് എത്ര രൂപയൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ആ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേറെ നല്ല ആശുപത്രിയിലേക്ക് മാറ്റുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇതിന് ഒരുപാട് ചിലവാകില്ലേ? നമുക്കെന്തായാലും ഇവരുടെ ഈ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തൽക്കാലം അപ്ലോഡ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത പോലെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ. തൽക്കാലം നമുക്ക് ഇത് തന്നെ ചെയ്യാം. സമയമില്ലല്ലോ, ഇങ്ങനെയെങ്കിലും ഇങ്ങനെ അത് നടക്കട്ടെ. ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങളിൽ ഒരുപാട് പേർ മീര ചേച്ചിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി ചോദിച്ചിരുന്നു. മീര ചേച്ചി ഇപ്പോൾ ഉള്ളത് ഒരു സർക്കാർ ആശുപത്രിയിലാണ്. നിങ്ങൾക്ക് കാണാം, ചേച്ചി മയക്കത്തിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം എത്രയും പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ചേച്ചിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ അമ്മ മാത്രമാണോ ഉള്ളത്? നമുക്ക് പോവാം. ഇത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇത് പ്രാണി കടിച്ചൊന്നായിരിക്കില്ല, പാമ്പ് തേണ്ടിയത്. അവിടെ എല്ലാവരും വൈകിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ മരുന്ന് മേടിച്ചോട്ടെ. ഇവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് മാനേജർ സഹായിക്കാനായി വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, ഈ ഒരു ഫാമിലി വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ബാങ്ക് മുന്നോട്ട് വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. ആടാപ്പടാ. എടാ മനോജ്, വീഡിയോ അല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാറ് കയറിയത് നീ അറിഞ്ഞില്ലേ? പുള്ളിയുടെ വനിതാദിന മെസ്സേജിന്റെ ഒപ്പേ തെങ്ങി കയറുന്ന വീഡിയോ അല്ലേ? അത് നിന്റെ അക്കൗണ്ടിൽ തന്നെ കയറിയല്ലേ? ആ തെങ്ങി കയറുന്ന വീഡിയോ അല്ലേ? അത് തന്നെടാ, അത് തന്നെ. സൂപ്പർ സ്റ്റാർ കയറി വീഡിയോ ഒക്കെ കയറിയാൽ വലിയ ആളായില്ലേ?
എടാ ഞാൻ വിളിക്കാം